എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫോർത്ത് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇന്ന് അവസാനിക്കും. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റാണ് ഇന്ന് അവസാനിക്കുക. അപ്പോൾ ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ വൈകുന്നേരം വരെയാണ്. വൈകുന്നേരം 3 മണി വരെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ടോക്കൺ ഫീസ് അടച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിദ്യാർത്ഥികൾ നാളെ, അതായത് സെപ്റ്റംബർ 27-ാം തീയതി വൈകുന്നേരം 3 മണിക്കുമ്പായിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിശ്ചിത സമയത്തിനുള്ളിൽ അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ സിമെറ്റിൻ്റെ NRI കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ അഡ്മിഷന് വേണ്ടി വിദ്യാർത്ഥികൾ സിമെറ്റ് ഡയറക്ടറേറ്റ് പാട്ടൂർ തിരുവനന്തപുരം ഓഫീസിലാണ് അഡ്മിഷനായിട്ട് പോവേണ്ടത്. അതുപോലെ തന്നെ CPASലാണ് നിങ്ങൾക്ക്, അതായത് CPASൻ്റെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം ഓഫീസിലാണ് ഈ ഒരു അഡ്മിഷനായിട്ട് പോവേണ്ടത്. അതുപോലെ തന്നെ അതായത് CPASൽ കിട്ടിയ ഏതൊരു വിദ്യാർത്ഥിയും നിങ്ങൾ ഗാന്ധിനഗറിലുള്ള, അതായത് കോട്ടയം ഓഫീസിലാണ് നിങ്ങൾ പോവേണ്ടത്. അതുപോലെ തന്നെ സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അത് നഴ്സിംഗിനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, അതായത് BSc നഴ്സിംഗിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു ബോണ്ട് കൂടി അഡ്മിഷൻ സമയത്ത് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 3 മണി വരെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ 3 മണി വരെ എന്ന് പറയാൻ കാരണം ചില കോളേജ് 3 മണി വരെ മാത്രമേ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 3 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് പറയുന്നത്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ഇനി പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താലാണ് പെട്ടെന്ന് കിട്ടുക. കാരണം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം പിന്നീട് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകാനുള്ള ഭാഗം വരും. അതിൽ കറക്റ്റായിട്ട് ആ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അവിടെ അലോട്ടഡ് എന്നും വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലാതെ വിദ്യാർത്ഥികൾക്ക് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് കോഴ്സിലാണ്, ഏത് കോട്ടയിലാണ്, അതുപോലെ എത്രാമത്തെ ഓപ്ഷനിലാണ് എന്നിങ്ങനെയും അതുപോലെ എത്ര രൂപയാണ് ഫീസ് ഉള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതിൽ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ ഓൺലൈൻ മോഡായിരിക്കും. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇവ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ചലാൻ ആണെങ്കിൽ ചലാൻ വഴി നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ബാങ്ക് വഴിയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. ഓൺലൈനായിട്ട് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം നാളെ വൈകുന്നേരം, അതായത് സെപ്റ്റംബർ 27-ാം തീയതി വൈകുന്നേരം 3 മണിക്കകം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് ആയിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഇനി സ്പെഷ്യൽ പകരം സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവുക. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇനി എത്ര സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഇനിയുള്ള അലോട്ട്മെൻറ്റുകൾ ഉള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. നിങ്ങൾ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയിക്കൊണ്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. 5th അലോട്ട്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ പ്രസിദ്ധീകരിക്കല്ല, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റർ നിങ്ങൾ LBS വെബ്സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ തൊട്ടടുത്തുള്ള ദിവസം, അതായത് അതായത് ഏകദേശം 1-ാം തീയതി മുതലായിരിക്കാം ഇതിൻ്റെ ആ ഒരു ഡേറ്റ് ഉണ്ടാവുക. അത് ഈ ഒരു അഡ്മിഷൻ അവസാനിച്ച ശേഷം, അത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ അവസാനിച്ച ശേഷമായിരിക്കും ആ ഒരു എപ്പോഴാണ് നിങ്ങൾ പോവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് അറിയിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ അതായത് അലോട്ട്മെൻറ്റിനായിട്ട്, അത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജ് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം. ഇത് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് SC ST വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു SC ST സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കോളേജ് മാറ്റം ഒരിക്കലും പറ്റുന്നതല്ല. അതായത് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് നിങ്ങളെ
അതായത് മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ട് അനുവദിക്കുന്നതല്ല. അതായത് നോ കോഴ്സ് ഓർ കോളേജ് ചേഞ്ച് വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ സ്പോട്ട് അലോട്ട്മെൻറ്റ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അവിടെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. പിന്നീട് നിങ്ങളെ മറ്റ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു SC/ST കാറ്റഗറിയുള്ള സീറ്റിലേക്ക് ഓപ്ഷൻ വെക്കാവൂ. താല്പര്യമില്ലാത്ത കോഴ്സിലേക്ക് ഓപ്ഷൻ അതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾ താല്പര്യമില്ലാത്ത ഓപ്ഷൻസ് വെക്കരുത്. അതായത് താല്പര്യമില്ലാത്ത കോഴ്സുകൾ വെക്കരുത്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ മാത്രം വെക്കുക. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് അതായത് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് ആ ഒരു കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം പിന്നീട് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കോളേജ് ജോയിനിങ് നടക്കുന്നത് ഈ ഒരു 3-ാം തീയതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതായത് ഈ ഒരു 3-ാം തീയതി വരെയാണ്. അപ്പോൾ 30-ാം തീയതി ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. അതായത് 30-ാം തീയതി നിങ്ങൾ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോവുക. അതിനുശേഷം അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 3-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ള രീതിയാണ്. നിങ്ങൾക്ക് അന്നത്തെ ദിവസം LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയ ദിവസം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ദിവസം തന്നെ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് 1000 രൂപ മാത്രമാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. അതായത് 6th ജനറൽ അലോട്ട്മെൻ്റ് ആയിട്ടാണ് 6th അലോട്ട്മെൻറ്റ് വരുന്നത്. സ്പെഷ്യൽ ജനറൽ ഓൺലൈൻ അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് SC/ST, OEC, SC/BC, അതുപോലെ OBC, അതുപോലെ മറ്റ് കാറ്റഗറികൾ, അതായത് ഈ ഒരു EWS, അതുപോലെ മറ്റ് ഏതൊരു വിഭാഗത്തിലുള്ള, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു അലോട്ട്മെൻറ്റാണ് സ്പെഷ്യൽ ജനറൽ ഓൺലൈൻ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം പല വിദ്യാർത്ഥികളും ജനറൽ അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽക്കാർക്ക് മാത്രമാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മാത്രമല്ല ഏതൊരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ ഒരു അതായത് ജനറൽ അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതൊരു വിഭാഗത്തിൽ ഉൾപ്പെട്ട, അതായത് SC ആയാലും ST ആയാലും അല്ലെങ്കിൽ OEC ആയാലും OBC ആയാലും SC/BC വിഭാഗത്തിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ആയാലും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു EWS കാറ്റഗറി ആയിരുന്നാലും, അതായത് നിങ്ങൾ ഏതൊരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി ആയിരുന്നാലും ഈ ഒരു സ്പെഷ്യൽ ജനറൽ ഓൺലൈൻ അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. സെപ്റ്റംബറിൽ ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 5 വരെയാണ് ഈ ഒരു ജനറൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതിനുശേഷം ഈ ഒരു അലോട്ട്മെൻറ്റ് ഈ ഒരു ഒക്ടോബർ 7 പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒക്ടോബർ 10 പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതിനുശേഷം NRI കോട്ടയിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റാണ് നടത്തപ്പെടുക. ഈ ഒരു NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് കോളേജ് കോഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയിക്കൊണ്ട് പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും കോഴ്സുകളിലേക്ക് മാത്രം ഓപ്ഷൻ നൽകുക. NRI കോട്ട ആയതുകൊണ്ട് തന്നെ ഏകദേശം കോഴ്സ് ഫീസിൽ ഏകദേശം ട്യൂഷൻ ഫീ ഇനത്തിൽ 30,000 രൂപ എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് നടത്തിയ ശേഷം ഈ ഒരു സെപ്റ്റംബറിലെ ഒക്ടോബർ 16-ാം തീയതിയാണ് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുക. പിന്നീട് കോളേജുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വാക്കൻസിക്ക് അനുസരിച്ച് പിന്നീട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഷെഡ്യൂളുകൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകൾ ഒഴികെയുള്ള കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിന് NOC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കണമെങ്കിൽ 6 ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റുകൾ കോളേജിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.